പ്രശാന്ത് സാർ, നമുക്കറിയാം നിർത്തൽ കരാർ. ആ കരാറിൽ ഏകദേശം ഒരു ധാരണയായിരുന്നു ഇസ്രയേലും പലസ്തീനും തമ്മിൽ. അതിനെ തുടർന്ന് ഇതാ ഇപ്പോൾ ഹോസ്റ്റേജസിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. 7ഓളം ഹോസ്റ്റേജസുകൾ ഇസ്രയേലിലേക്ക് പുറപ്പെട്ടു എന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. തത്സമയം അഭയാർത്ഥികൾ പോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ബന്ദികളായവർ പോകുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുമുണ്ട്. അതേസമയം ഇന്ന് ഈജിപ്തിൽ ഒരു സമാധാന ഉച്ചകോടി നടക്കുന്നുണ്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ. പക്ഷേ ആ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുക്കില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതിന് പിന്നാലെ വരുന്നു ഇസ്രയേൽ പ്രതിനിധി സംഘങ്ങൾ ആരും എത്തില്ല എന്ന് നെതന്യാഹുവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മറ്റൊരു വാർത്ത, ഹമാസും ഈ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല എന്നറിയുന്നു. അതേസമയം പലസ്തീൻ പ്രസിഡന്റ് അബ്ബാസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നും അറിയുന്നു. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രശാന്ത് സാർ? ഇന്ത്യക്ക് പിന്നാലെ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനം എന്തുകൊണ്ടായിരിക്കാം ഇസ്രയേൽ എടുത്തത്? പുതിയ അംബാസഡറെയൊക്കെ തീരുമാനിച്ചു. അംബാസഡർ ട്രംപിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തോടും ജയശങ്കറുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തി. അതായത് ഒരു ശുഭാപ്തിയിലേക്ക് അല്ലെങ്കിൽ പഴയ ബന്ധം അതേ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള ഒരു അമേരിക്കയും ഇന്ത്യയുമായിരിക്കും ഇനി ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ ഉച്ചകോടിയിൽ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ക്ഷണം വരുന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനകത്തുനിന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിനകത്തുനിന്ന് പോകണ്ട എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ പോകുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാതെ വരും. ഇത് ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ട്രംപ് വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഈജിപ്തിലെ 20ഓളം രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഈ പറയുന്നത് പോലെ ഒരു സമാധാന ചർച്ചയ്ക്കകത്ത് ട്രംപ് നേരിട്ട് വിളിച്ചണക്കെ പോലും അതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ ആ തീരുമാനത്തിന് പിറകിൽ എന്നുള്ളതാണ്. അതായത് അങ്ങനെ ട്രംപ് തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന സമാധാനമൊന്നും ഇവിടെ ഇല്ല. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ. ചർച്ചയിലേക്ക് വരും. ഇപ്പം ഒന്ന്, ഈ പറയുന്നത് പോലെ മുസ്ലിം രാജ്യങ്ങളെ കൂട്ടിയിണക്കുമ്പോൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ മുസ്ലിം രാജ്യമല്ലേ? അല്ലെങ്കിൽ ഇതുപോലെ സമാധാനം വേണം എന്ന് പറയുന്ന ട്രംപിന് സമാധാനം ലോകത്ത് എങ്ങും ഇല്ലാതാക്കുന്ന ഭീകരന്മാരെ പടച്ചുവിടുന്ന ഈ പറയുന്നത് പോലെ ലോകം ഭീകരരുടെ കേന്ദ്രമെന്ന് കാണുന്ന അല്ലെങ്കിൽ ഭീകരവാദത്തിന് ഏറ്റവും വളവും വെള്ളവും കൊടുത്ത് അല്ലെങ്കിൽ അതിനെ ഇപ്പോഴും പാലൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു സന്ധിയില്ലാത്ത സൗഹൃദത്തിലേക്കാണ് ട്രംപ് പോകുന്നത്. അവർക്ക് ആയുധം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മിസൈലുകൾ കൊടുക്കുന്നു, അവർക്ക് വേണ്ട സംവിധാനങ്ങൾ എല്ലാം ഒരുക്കുന്നു. അപ്പൊ ഈ രീതിയിലേക്കുള്ള ഒരു ചർച്ച ഇയാൾ വിചാരിക്കുന്നിടത്ത് മാത്രം മതിയോ ചർച്ച? ഇയാൾ വിചാരിക്കുന്നിടത്ത് താല്പര്യത്തിനനുസരിച്ച് മാത്രം മതിയോ കാര്യങ്ങൾ? അങ്ങനത്തെ താല്പര്യത്തിനകത്ത് ചെന്ന് ഇരുന്നു കൊടുക്കാനും അല്ലെങ്കിൽ അതൊക്കെ ശരിയാന്ന് പറയുന്നതിനും കിട്ടുന്ന ഒരു ഇന്ത്യ ഇന്നില്ല. അല്ലെങ്കിൽ ലോകക്രമത്തിൽ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് അമേരിക്ക മാത്രം വിചാരിച്ചാൽ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ നടന്നു പോകുന്നതോ ആയിട്ടുള്ള ഒരു പഴയ ലോകം ഇന്ന് ഇല്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാതെ പറയുന്നതാണ് ഈ കാണുന്നത്. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപിന് കിട്ടിയേക്കുന്ന അടി ഈ കുനിച്ചു നിർത്തി കൂമ്പിനിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഇയാൾ ഇതൊക്കെ വിളിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി. ശരി, അവിടെ വെടി നിർത്താൻ പറഞ്ഞു, പുള്ളി നിർത്തി. എന്തോ കാര്യം, ഞങ്ങളെ ബന്ദികളെ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ബന്ദികളെ തിരിച്ചു തരുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ അവർ തീരുമാനിക്കുന്നു. ഏതാണ്ട് 48 പേരിൽ 20 പേര് ജീവനോടുണ്ട്, 20 പേരെ കൊടുക്കുന്നെന്നും പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. 7 പേരെ ഇപ്പൊ കൈമാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ഔദ്യോഗിക ഭാഗത്തുനിന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ സ്ഥിരമായിട്ടൊരു സമാധാനം, പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത്തരത്തിൽ ഈ പറയുന്ന അറബി രാജ്യങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയ സമാധാന ചർച്ചയിൽ ട്രംപ് താപ്പോട്ട് നോക്കിയിട്ട് സംസാരിക്കേണ്ടി വരും. ആരുമായിട്ട് ആ സമാധാന ചർച്ച നടത്തണ്ടേ? ആരുമായിട്ടാ? ഒന്ന് ഹമാസുമായിട്ട്, രണ്ടാരുമായിട്ട് ഇസ്രായേലുമായിട്ട്. ഇവര് തമ്മിലല്ലയോ വിഷയം, അവര് തമ്മിലല്ലയോ പ്രശ്നം. പാലസ്തീൻ അവിടെ പോയിരുന്നിട്ട് വല്ല കാര്യമുണ്ട്? പാലസ്തീന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് പറയും. എന്തുവാ കാര്യം? ആയുധമില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. ആരുടെയും ഒക്കെ അടിമേടിച്ച് ചുരുണ്ട് കിടക്കുന്ന പാലസ്തീൻ അവിടെ ചെന്നിരുന്ന കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഹമാസാണ് അവിടെ പ്രശ്നക്കാരൻ. ഹമാസാണ് പാലസ്തീൻ എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഹമാസാണ് ഈ പറയുന്നത് പോലെ ഏതൊക്കെ ഏരിയയിൽ പാലസ്തീൻ ഉണ്ടാകണം, എങ്ങനെയൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഭരണം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഹമാസ് പങ്കെടുക്കുന്നില്ല. ഈ പറയുന്ന പോലെ ഹമാസിന്റെ വാദം, ഈ പറയുന്ന 20 പദ്ധതിക്കകത്ത് ഹമാസിന്റെ വാദം എന്താണ്? പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്നത് പോലെ
ഇസ്രായേൽ പിടിച്ചെടുക്കാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഹമാസിന്റെ കേന്ദ്രമായിട്ടുള്ള ഗാസ ഉണ്ടല്ലോ, ഗാസ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഗാസ ഉൾപ്പെടുന്ന പാലസ്തീനെ മാത്രമാണ് ഹമാസ് ഇപ്പോഴും അംഗീകരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഈ പറയുന്ന ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിന്മാറിയാൽ മാത്രമേ ആയുധം താഴെ വെക്കത്തുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ തൽക്കാലത്തേക്ക് താപ്പോട്ട് പിടിച്ചേക്കുവാന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊന്നും ഇവിടെ നടക്കുന്ന ഒരവസ്ഥയില്ല. ഇതിനകത്ത് രണ്ടാമത്, അല്ലെങ്കിൽ ഒന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ഈ പറയുന്ന അമേരിക്ക ഒന്നും അംഗീകരിച്ച് പോകുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഇസ്രായേലിന് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം നോക്കിയുള്ളൂ. ട്രംപിന്റെ താല്പര്യം മിഡിൽ ഈസ്റ്റിലെ ബിസിനസ്സിന് ഇടയ്ക്ക് വെച്ച് യുദ്ധം വേണം, ഇടയ്ക്ക് യുദ്ധം നിർത്തണം, മിഡിൽ ഈസ്റ്റിലെ ബിസിനസ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അയാളുടെ ഭാഗത്ത് നിൽക്കുന്ന ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളെ കൂട്ടുപിടിക്കുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സന്തോഷത്തിനും വേണ്ടി ഇടയ്ക്ക് ഇതുപോലെ ഒരു കമ്മിറ്റി വിളിക്കുക, കൂടുക, ഓക്കെ എന്ന് പറയുക, എന്നിട്ട് ഈ പറയുന്ന ഇസ്രായേൽ കൊണ്ടുവന്ന് അവിടെ ഇവിടെ ആവശ്യം പോലെ അവർക്ക് പ്രശ്നമെന്ന് കാണുമ്പോൾ അവർ കൊണ്ടുവന്ന് മിസൈൽ ഇടും, അല്ലെങ്കിൽ ആക്രമിക്കും, അവരുടെ ഭാഗം ക്ലിയർ ചെയ്യും. ആ സമയത്ത് ഇറങ്ങി വന്നിട്ട് നിർത്തണേ, നേരം തൽക്കാലം നിർത്തും. ഈ കഴിഞ്ഞ പ്രാവശ്യം അടി മേടിച്ചില്ലേ ആർക്കാ? സഖ്യരാജ്യമായിട്ടുള്ള നമ്മുടെ ഖത്തറിന് അടി മേടിച്ചല്ലോ. ഖത്തറിന് അടി മേടിച്ചു കഴിഞ്ഞപ്പോ അടിയെല്ലാം കിട്ടി, ചുരുണ്ട് കഴിഞ്ഞപ്പോ ചെന്നിട്ട് പറഞ്ഞു, ശരി, വേണ്ട, ഇനി അടിക്കത്തില്ല കേട്ടോ, ഇനി നോക്കി, നീ ആരേലും ഖത്തറിനെ അടിച്ചാലുണ്ടല്ലോ അവന്റെ കയ്യാങ് വിട്ടും. ഇപ്പൊ എന്തായാലും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വരാത്ത. അതായത് ഇതിനകത്ത് വേറെ വലിയ ജിയോ പൊളിറ്റിക്സിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്താണ്? ഇന്ത്യയുടെ തീരുമാനത്തിന് അനുകൂലമായിട്ട് ഈ പറയുന്ന സഖ്യരാജ്യം എന്ന് പറയുക, അമേരിക്കയുടെ സഖ്യരാജ്യം എന്ന് പോലും വിശേഷിപ്പിക്കുന്ന ഒരുപറ്റ് ബഡ്ജറ്റിനകത്ത് അല്ലെങ്കിൽ 25% ആഭ്യന്തര, അല്ലെങ്കിൽ ഈ പ്രതിരോധ ബഡ്ജറ്റിനകത്തുനിന്ന് ഫണ്ട് മാറ്റിവെക്കുന്ന ഇസ്രായേൽ പറയുന്നു, ഇയാളുടെ സമാധാന ചർച്ച അവിടെ നടക്കട്ടെ, ഈ സമാധാനം വേണോ വേണ്ടയോ, ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം എന്താണെന്നുള്ള കാര്യം ഈ രാജ്യത്തിനകത്തുള്ള ആളുകളുടെ താല്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുള്ളൂ. ആ സമാധാന ചർച്ചയ്ക്കകത്ത് പങ്കെടുക്കുന്ന ഒരവസ്ഥയില്ല. ഈ പറഞ്ഞതുപോലെ താല്പര്യങ്ങൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലെ സമാധാന രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്ക അംഗീകരിച്ച് പോകുന്ന ഒരവസ്ഥയില്ല. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാണ് ഈ അറേബ്യൻ രാജ്യങ്ങളുടെ കയ്യിൽ ആവശ്യം പോലെ കാശുണ്ട്. അപ്പം അമേരിക്ക ഇങ്ങനെ കൂടെ വന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ആവശ്യം പോലെ ഇൻവെസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോവുകയും പൈസ ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതാണല്ലോ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടിണി കോലമായിക്കൊണ്ടിരിക്കുക, 5 പൈസ കയ്യിലില്ല, പഴയ കോട്ട് വിട്ടുകൊണ്ട് ഇയാൾ വട്ടം നടക്കുന്നേ ഉള്ളൂ, ആകെപ്പാടെ പ്രതിസന്ധിയിലേക്ക് പോവുക. അപ്പൊ ഈ നാട്ടുകാരുടെ നിന്നെല്ലാം താരിഫ് എന്ന രീതിയിലും മറ്റു രീതിയിലും, അതുപോലെ ലോകത്തുള്ള ഈ അറേബ്യൻ രാജ്യങ്ങളിലെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ അവിടെ കൊണ്ടുപോയി അറേബ്യൻ രാജ്യങ്ങൾക്ക് കടന്നു കയറിയുള്ള എണ്ണം ഒട്ടിക്കുകയും ഇപ്പൊ വെൻസിലെ ലക്ഷ്യമാക്കുന്നതാ. ആ രീതിയിലൊക്കെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ നോക്കിയാണ്. ആ സമയത്താണ് ഈ സമാധാന ചർച്ച വിളിച്ചത്. അപ്പൊ അവിടെ പറഞ്ഞ്, ഇന്ത്യ പറഞ്ഞു, അവിടെ ആയിക്കട്ടെ സമാധാനം. ഇയാൾ ലോകത്തുള്ള ഭീകരവാദിയെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിനും അയാൾക്ക് അടിക്കുന്നതിനും വേണ്ടി സിറിയൻ പ്രസിഡന്റ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ISIS-ന്റെ നേരത്തെ തലവനായിരുന്നു, അവൻ ഭീകരവാദി, അവനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞ് ലോകത്തിൽ ഇതുപോലെ നല്ലൊരുത്തനുണ്ട്, അവനും ഭീകരവാദി അല്ലാതെ. ഇയാൾ പറയുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും ഭീകരവാദി അല്ലാതാവും. നമ്മൾ കെട്ടിപ്പിടിക്കുന്നവരും നമ്മൾ ആര് പറഞ്ഞാലും അവരും ഭീകരവാദിയല്ല. ഇപ്പൊ അഫ്ഗാനെ നമ്മളിവിടെ ചേർത്ത് പിടിച്ചിരിക്കുക, ഇയാൾ ഭീകരവാദി എന്ന് പറഞ്ഞാൽ അല്ല, ഞങ്ങൾക്ക് അയാൾ ഭീകരവാദിയല്ല. അപ്പൊ അമേരിക്ക മാത്രമല്ല ഭീകരവാദികളെ തീരുമാനിക്കും, ഇന്ത്യയും തീരുമാനിക്കുന്നുണ്ട്. ഇന്ത്യക്ക് അല്ലെങ്കിൽ തീരുമാനങ്ങളുണ്ട്. സമാധാന ചർച്ച വിളിച്ചാൽ അങ്ങനെ പോയി ഇരുന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. അത്തരത്തിൽ ഇരുന്ന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അതിന്റെ പുറകിൽ നിൽക്കുന്നതിന് വേണ്ടി ഇന്ന് ഇന്ത്യയുടെ കൂടെ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ, ചൈനയുണ്ട്, റഷ്യയുണ്ട്, ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയൊരു പട തന്നെയുണ്ട്. ലോകത്ത് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ലോകക്രമത്തിൽ നിന്ന് മാറി ഇന്ത്യ നയിക്കുന്ന ഒരു ലോകക്രമം കൂടി രൂപപ്പെട്ടു വരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടായി വരുന്നോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതൊരു ശക്തമായി ലോകം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന് ഈ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ്. ഇന്ത്യ പോകുന്നില്ല, കൂടെ ഇസ്രായേലും. ഏതിന്റെ ചർച്ചയ്ക്ക് വേണ്ടി? ഗാസയിൽ സമാധാനം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ അത് നീണ്ടുപോകുന്നതിനും വിളിച്ചു കൂട്ടിയിരിക്കുന്ന ചർച്ച. അമേരിക്കയുടെ സാമന്ത രാജ്യം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്തെ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അവർ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചണക്കെ പോലും പങ്കെടുക്കുന്നില്ല. ഇതിനു മുമ്പ് ഇതിനകത്ത് പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചത് ഇന്ത്യയാണ്. അതിനോടൊപ്പം ഇസ്രായേൽ നിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇത്. ജിയോ പൊളിറ്റിക്സിൽ വലിയ ചർച്ചയാകും. നാളെ കാലത്തെ അതൊരു വലിയ തരംഗമായി, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയമായി തന്നെ മാറും എന്നാണ് ഇപ്പം ഈ പറഞ്ഞ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഒരു സമാധാന ഉച്ചകോടി വിളിച്ചു ചേർത്തത്, അതിൽ പ്രധാനപ്പെട്ട ആരൊക്കെയാണോ പങ്കെടുക്കേണ്ടത് ആ രണ്ടുപേരും പങ്കെടുക്കുന്നില്ല, ഇസ്രയേലും ഹമാസും. ഒരുപക്ഷെ ഇസ്രയേൽ ഈ ഒരു തീരുമാനത്തിലെത്തിയത് ഇന്ത്യ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആണോ എന്നുള്ള ചർച്ചയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറെ ചർച്ചയുണ്ടാവുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പോലും ഔദ്യോഗികമായി ഈ ഒരു സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതിനർത്ഥം പോകുന്നില്ല എന്ന്
എന്നുള്ളത് തന്നെയാവണം. അങ്ങനെ പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ മന്ത്രാലയത്തിന്റെ വക്താക്കളിലൂടെയോ ഒക്കെ പുറത്തു വരേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രംപ് വിളിച്ചു ചേർത്തിരിക്കുന്ന സമാധാന ഉച്ചകോടിയിൽ പ്രധാനമായും പങ്കെടുക്കേണ്ടുന്ന സമാധാനം ഉണ്ടാക്കേണ്ടുന്ന രണ്ടുപേർ പങ്കെടുക്കുന്നില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.